ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാനൊരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇതുപോലൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അല്പം കടുകും അതുപോലെ ഉലുവയും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. ഞാൻ പുളിയുള്ള 3 തക്കാളി, നാടൻ തക്കാളി ഒരു മീഡിയം സൈസിലുള്ളത് 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇവിടെ തക്കാളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഉടയണം എന്നില്ല, ഒന്ന് അതിൻ്റെ വെന്ത് കിട്ടണം. എന്നതിന് ശേഷം ഇതിന്ന് ഞാനൊരു കുറച്ച് മാറ്റി എടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കുന്നുണ്ട്. കുറച്ച് അതിൽ തന്നെ വെക്കണം. ഇനി അല്പം വെള്ളം ചേർത്ത് അതൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉലുവപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർക്കുന്നത് കുടംപുളിയാണ് കേട്ടോ. മറ്റേ വാളംപുളി വേണമെങ്കിലും ചേർക്കാം. കുടംപുളി ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് മീൻ കറി. മാറ്റിയ തക്കാളി ഇല്ലേ, അതൊന്ന് അരച്ച് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം വെള്ളവും ചേർത്ത് കൊടുക്കുക. കറിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കി കുടംപുളിയിൽ പുളി ഇറങ്ങുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. പുളിയും ഉപ്പും പാകം നോക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് മത്തിയും അതുപോലെ കുറച്ച് ചൂരമീനും ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് എല്ലാം ഒന്ന് കറിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് ഇട്ട് ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും ഇട്ട് മൂടി വെക്കണം. ഇത്രയേ ഉള്ളൂ, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.